സർ കാലടി ശ്രീശങ്കരായ സംസ്കൃത സർവകലാശാലയില് പ്രൊഫസർ സിസാർ തോമസിനെതിരെ നടത്തിയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ശവസംസ്കാരം. ഇതിപ്പോ SF ഇത് ആദ്യമായിട്ടൊന്നുമല്ല. നമ്മൾ ഇത്തരത്തിലുള്ള ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഈ പ്രിൻസിപ്പൽമാർക്കെതിരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഭൂരിഭാഗവും നടത്തുന്നത് ആരായിരിക്കും? SFI ആയിരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ഇതിനെ, അതായത് നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാകാം, നമുക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഉണ്ടാകാം. അതിനെയൊക്കെ എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സമര രീതിയിലേക്ക് ഈ സംഘടനകളൊക്കെ പോകുന്നത്? ഇത് സത്യത്തിൽ ഇതിന് വഴിവെച്ചു കൊടുക്കുന്നത് ഇടതുപക്ഷം തന്നെയല്ലേ? അല്ല, ക്യാമ്പസിൽ കുറെ കാലമായി ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ മേധാവിത്വമായി. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്ന ഉം. കാലം മുതൽ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു 3-4 പതിറ്റാണ്ട് ഉം. പൂർണ്ണമായും ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു നമ്മുടെ ക്യാമ്പസുകളിൽ ബഹുഭൂരിപക്ഷം. യൂണിവേഴ്സിറ്റി യൂണിയനൊക്കെ അവരുടെയിലാണ്, പ്രധാന കോളേജുകളിലൊക്കെ അവരാണ് ജയിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ അതിൽ ഒരു അത്ഭുതം കണ്ടത്. ഇത്രയും 40 കൊല്ലം ക്യാമ്പസിൽ സമ്പൂർണ്ണാധിപത്യം ഉണ്ടായിട്ടും CPM-ന്റെ വോട്ട് ബേസിലോ ഉം. പ്രവർത്തകരിലോ അത്തരത്തിലൊരു വളർച്ച കണ്ടില്ല. കടുത്ത SFI-കാരനായി ക്യാമ്പസിൽ നിൽക്കുന്ന ആളുകളും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നില്ല. കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ തോതിൽ പുതിയ യുവാക്കളും ആളുകളും ഒക്കെ CPM-ൽ വരണ്ടേ? ഉം. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം, ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയ്ക്ക് പഠനം നടത്തിയ ആളാണ്. ഞാൻ ആ വഴിക്ക് പാർട്ടി പ്രസ്ഥാനങ്ങളിൽ എത്തിയ ഒരാളാണ്. കുറെ ആളുകൾ എത്തിയിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇതിൽ വരുന്ന ജനക്കൂട്ടത്തിൽ വലിയൊരു പങ്കും അവിടെ വരുന്നില്ല. അതെ. അങ്ങനെയായിരുന്നെങ്കിൽ CPM ഒറ്റയ്ക്ക് തന്നെ കേരളം ഭരിച്ചാൽ യുവാക്കൾ മുഴുവൻ ഇവർക്ക് മാത്രം വന്നിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ. SFI-കാരായ യുവാക്കളൊക്കെ CPM-ൽ വന്നിരുന്നെങ്കിൽ, എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായും നമ്മൾ ചോദിക്കും. മാത്രമല്ല, പുതിയ യുവ നേതാക്കളിൽ വലിയൊരു പങ്കും SFI-കാരാണ് എന്നത് മാത്രമേ ഒരു ഗുണമുള്ളൂ. അവർ പലരും പല രൂപത്തിൽ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നു. പാർഷോ പോലെയുള്ള ആളുകൾ, ഉം. അതുപോലെ കള്ള ഡോക്ടറേറ്റ്, പരീക്ഷ എഴുതാതെ ജയിക്കുക, അങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങളിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള വിവാദങ്ങളിൽ പെട്ട്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കിട്ടുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ വാഴക്കുള്ള ഡോക്ടറേറ്റ്, ഉം. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നു. ഉം. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ ആധിപത്യം ഇവർക്ക് ഒരു രാഷ്ട്രീയ ശേഷിയായി മാറ്റാൻ കഴിയാതിരുന്നത് അത് ആ സംഘടനാ രീതിയുടെ പ്രശ്നമാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോ സിസ തോമസ് VC ആയി ചുമതല ഏറ്റെടുത്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദമാണ്. വിവാദമാണല്ലോ. ഗവർണർ പറയുന്നത് അനുസരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ കൃത്യമായ പ്രോട്ടോകോൾ എങ്ങനെയാണ് സർ? ഗവർണർ പറയുന്നത്, അതായത് ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ ആണല്ലോ. അപ്പൊ ഗവർണർ പറയുന്നത് അനുസരിക്കരുത് എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെ ചെയ്യാതിരിക്കാൻ വഴിയുണ്ടോ? അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഇതിനെ എതിർക്കാൻ സ്വാഭാവികമായി സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് എതിർക്കാം. ഉം. ഗവർണർ ആർലേക്കർ ആയാലും ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ഏകപക്ഷീയമായി സംഘപരിവാർ അനുകൂലമായ നിലപാടുള്ള ആളുകൾ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു ഉം. എന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഉം. അതൊരു സത്യം തന്നെയാണ്. ഇപ്പോ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അതിന് ഇതുവരെ പ്രസിഡന്റിന്റെ അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല, അത് കിട്ടൂല. പ്രസിഡന്റ് കൊടുക്കൂല. ഇപ്പോഴത്തെ പ്രസിഡന്റ് എങ്ങനെ കൊടുക്കുക? ഉം. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അനധികൃതമായി ഇവിടുത്തെ സർവകലാശാല ഭരണത്തിൽ ഗവർണർ ഇടപെടുന്നു എന്ന രാഷ്ട്രീയ ആരോപണം ശരിയാണ്. അത് പ്രതിഷേധിക്കാനുള്ള അവകാശം SFI-ക്ക് ഉണ്ട്. പക്ഷെ അത് ഈ ഞാൻ രീതിയിലായിരിക്കും. രണ്ടാമത്തെ കാര്യം അതാണ്. രാഷ്ട്രീയമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത്. ജനാധിപത്യത്തിന് അപ്പുറത്തേക്ക് പോയാൽ വിഷയമല്ല ചർച്ച ചെയ്യുക, പ്രതിഷേധത്തിന്റെ രീതിയാണ്. അതെ. ഉദാഹരണത്തിന്, ഇതിനു മുമ്പ് വിക്ടോറിയ കോളേജ് വിക്ടോറിയ കോളേജ്. ഒരു പ്രിൻസിപ്പലിനെ ജീവനോടെ ശവസംസ്കാരം നടത്തിയ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി. മഹാരാജാസ് കോളേജിലും അതുപോലെ തന്നെ ഉണ്ട്, കസേരയൊക്കെ കൊണ്ടുവച്ച്. അന്ന് അവിടെയാണ് പ്രശ്നം. അന്ന് ഇപ്പോഴത്തെ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി വളരെ പക്വതയുള്ള ഒരു നേതാവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു അതൊരു ഇൻസ്റ്റലേഷനായിട്ട് കണ്ടാൽ മതി. ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാരം ഇൻസ്റ്റലേഷനായിട്ട് കാണണം എന്ന് പറയുന്നത് ബേബിയെ പോലെ ഒരാൾക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. ദീർഘകാലം SFI-യുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാവായിരുന്ന ആളാണ്. ഞാനൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹമാണ് SFI-യുടെ നേതാവ്. അപ്പൊ അതെങ്ങനെ പോലുള്ള ഒരാൾ ഇങ്ങനെയാണോ കുട്ടികളെ ഉപദേശിക്കേണ്ടത് എന്ന ചോദ്യമുണ്ട്. അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പൊ സിസാ തോമസിന്റെ. അതെ. സിസാ തോമസിന്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, സിസാ തോമസിന് എതിരായി ഇടതുപക്ഷം ചെയ്യാത്ത കാര്യമില്ല. ഗവർണർ അവരെ KTU-ന്റെ, ഈ നമ്മുടെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ
ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സൺ വൈസ് ചാൻസലറായി നിയമിക്കുന്നു. ആ നിയമിച്ചത് ഗവൺമെന്റിന്റെ താല്പര്യത്തിനെതിരായിട്ടാണ്. അത് പ്രതിഷേധാർഹമാണ്, ചെയ്യേണ്ടതാണ്. പക്ഷെ അവരെ വ്യക്തിപരമായി ദ്രോഹിക്കുക, അവരുടെ പെൻഷൻ കൊടുക്കാതിരിക്കുക, അവരുടെ പേപ്പറുകൾ പിരിയുന്നതിന്റെ തലേദിവസം പോയി ഇത് കൊടുക്കുക, സസ്പെൻഷനോ അങ്ങനെയുള്ള ഇത് കൊടുക്കുക, അവസാനം അവരുടെ നിയമപരമായ വഴിയിലൂടെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴിയും ഹൈക്കോടതി വഴിയും അവരെല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു മേടിക്കും, എല്ലാവർക്കും കിട്ടുന്നു. അപ്പൊ നിയമപരമായി ഗവൺമെന്റ് ചെയ്ത് ശരിയല്ല എന്ന് കോടതികൾ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല. കാരണം ആളെ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ എതിർക്കാം, ഗവർണർ നയത്തെ എതിർക്കാം. ഇപ്പൊ ഗവർണർ ഒരാളെ കയറ്റി ചെയർമാനായിട്ട് വൈസ് ചാൻസലറായിട്ട് വച്ചാൽ, എന്നെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചാൽ അതിന്റെ ജോലിയാണെന്ന് നോക്കല്. ഞാനത് ചെയ്യില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് അത്രയും എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടാവണം, ഞാനത് ചെയ്തു. അയാൾ നിയമിച്ച ആളെയാണ് ചെയ്യേണ്ടത്, ഇയാളെ അല്ല. നിയമിച്ച ആളെയാണ് എതിർക്കേണ്ടത്. ഇതിപ്പോ എന്ത് ചെയ്തു? സിസാൻ തോമസിനെതിരായി വളരെ വൈരനിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിച്ചു ഇടത് സർക്കാർ. അത് വളരെ ക്ലിയർ ആണ്. നിയമം വിട്ടും കളിച്ചു. അവിടെയാണ് പ്രശ്നം. നിങ്ങളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു വിഷയത്തോട് ജനാധിപത്യപരമായി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ട നിയമത്തിനകത്ത് നിന്നുകൊണ്ടാണ്. നിയമം വിട്ടയക്കെതിരെ പ്രവർത്തിച്ചാൽ ഏത് സർക്കാരായാലും അത് തെറ്റുമാണ്, ജനങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പൊ സിസാ തോമസിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി. എന്താ കാരണം? അവർക്കെതിരെ വൈരനിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിച്ചു. അവരുടെ പെൻഷൻ കൊടുക്കാതിരിക്കുക, മറ്റു നടപടികൾ സ്വീകരിക്കുക, അങ്ങനെ കുറെ കലാപരിപാടി നടത്തി. അപ്പൊ ഇടതുപക്ഷത്തിന് ഒരു വിരോധമുണ്ട് സിസാ തോമസിനോട്, എഗ്രീഡ്. ഞാൻ അവര് ഗവർണർ പറഞ്ഞു കേട്ടു, സർക്കാർ പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ടാവാം. പക്ഷെ അതിങ്ങനെയല്ല പ്രകടിപ്പിക്കേണ്ടത്. ഇപ്പൊ കാലടി സർവകലാശാലയിൽ വന്നപ്പോൾ മഹാരാജാസും വിക്ടോറിയയും പോലെ തന്നെ കാലടി സർവകലാശാലയിൽ കളിച്ചു. അവിടെ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ്. ഒന്ന്, ഇവരെ ആക്രമിച്ചു, പോലീസിന്റെ ഇത് തടഞ്ഞു. പോലീസ് ഇവരെ രക്ഷിക്കാൻ നോക്കുമല്ലോ സ്വാഭാവികമായി, കാരണം പോലീസിന്റെ ജോലി അതാണ്. ഇപ്പോ ഇവിടുത്തെ ഗവൺമെന്റിന് ഇപ്പൊ KSUക്കാർ സമരം നടത്തിയാലും പോലീസ് സിസാ തോമസിനെ രക്ഷിച്ചേ പറ്റൂ. കാരണം പോലീസിന്റെ ജോലി ഇവർക്ക് പ്രൊട്ടക്ഷനാണ്. അത് തടഞ്ഞു. ഈ അക്രമം വന്നു. ഈ പറഞ്ഞ പോലെയുള്ള ഇൻസ്റ്റലേഷനും അങ്ങനെയാണുള്ള ഭാഷ. ഇവരെ പ്രതീകാത്മക ശവസംസ്കാരമൊക്കെ നടത്തി. ഇതും കഴിഞ്ഞു. അതിൽ വന്നിട്ടുള്ള 4 പേരെ അറസ്റ്റ് ചെയ്തു. ആ 4 പേർ 2 പേർ ക്യാമ്പസിലുള്ളവരല്ല. യദുകൃഷ്ണൻ എന്ന് വേറൊരാൾ, 2 പേരെ ക്യാമ്പസിലുള്ളവർ. അവരെങ്ങനെയാ അവിടെ വന്നു? അവരെന്തിനാ അവിടെ വന്നു? ആ ചോദ്യം വരില്ല. എന്തിനാണ് ക്യാമ്പസിൽ ഇല്ലാത്ത 2 പേർ വന്ന് ഇത് ചെയ്തത്? അവരിപ്പോ DYFIക്കാരാവട്ടെ, പഴയ SFIക്കാരാവട്ടെ, എന്തോ ആവട്ടെ, അവിടെ തന്നെ വലിയൊരു നിയമലംഘനം ഉണ്ട്. വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പാർട്ടിയുടെ സമരം വന്നു, പാർട്ടി അറിഞ്ഞിട്ടാണ് ചെയ്തതെന്ന് വന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം, ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇതുണ്ടാക്കും. ഇവര് ഇങ്ങനെ ഈ പറയുന്നത് പോലെ എല്ലാ നിയമവും ലംഘിച്ച്, പാർശ്വ ഒരു പെൺകുട്ടിയുടെ നെഞ്ചത്തി ചവിട്ടിയിട്ട് നീ വളരെ മോശമായി സംസാരിച്ച ഒരു കാര്യം നമുക്കറിയാം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ സ്വീകാര്യത കുറയ്ക്കുകയാണ് ചെയ്യുക എന്നിവർ എപ്പോഴാണ് മനസ്സിലാക്കുക? അതാണ് പ്രശ്നം. യുവാക്കൾ, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഒരു യുവാവ്, സമൂഹത്തിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അരാഷ്ട്രീയ സ്വീകാര്യതയല്ല. എന്റെ രാഷ്ട്രീയം ശക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ കൂടെ നിൽക്കുന്നു. നേരെ മറിച്ച് ഇവരിപ്പോ തെറ്റ് ചെയ്താൽ, ആർഷോ പരീക്ഷ എഴുതാതെ ജയിച്ചു, അല്ലെങ്കിൽ വേറെ ആൾക്ക് BCom പാസ്സാവാതെ MCOമിന് അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ന്യായീകരിക്കാൻ വരികയാണ്. അതിന് ന്യായീകരിക്കേണ്ട കാര്യം എന്താ? SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെങ്കിൽ തെറ്റാണ്. പക്ഷെ നേരത്തെ സർ, അതിന്റെ ഇടയിൽ ഒന്ന് ചോദിക്കുകയാണ്, നേരത്തെ പിണറായി ഭരണം ഉണ്ടായിരുന്ന സമയത്താണോ എന്ന് ചോദിക്കാം. പക്ഷെ ഇപ്പോ ഭരണം മാറിയല്ലോ, എന്നിട്ട് പോലും ഇത്രത്തോളം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു ആജ്ഞയില്ലാതെ, നിർദ്ദേശമില്ലാതെ അവർ ചെയ്യില്ല. അപ്പൊ അതിന് മുകളിലേക്ക് നമ്മൾ എപ്പോഴും ഇതിന്റെ മുകളിൽ ആരാണ് ഇത് കൊടുക്കുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ മേളിലേക്ക് വരുമ്പോ ഇപ്പോഴും ആരാണ്? പിണറായി തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം, ഇത്തരം ചെയ്യുന്നത് ഇതിനു മുമ്പ് നമുക്കറിയാം. വീണ ജോർജിനെതിരായ ഒരു സമരത്തിൽ വീണ ജോർജിന്റെ വീട്ടിന് മുമ്പിൽ കൊണ്ട് റീത്ത് വെച്ചു. അന്ന് അതിനെ എതിർത്ത ആളാണ് ഞാൻ. ഇന്ന് ഞാൻ എതിർക്കും ഒരാളുടെ വീട്ടിന് മുമ്പിൽ. ഇതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ ആളുടെ വീട്ടിന് മുമ്പിൽ കൊണ്ടുപോയി റീത്ത് വെച്ചു. അനിൽകുമാറിന്റെ മുമ്പിൽ റീത്ത് വെച്ചു. ഇതൊക്കെ ഏത് രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത്തരം രാഷ്ട്രീയ സംസ്കാരം ഒരുപക്ഷെ പ്രതീകാത്മകമായി പെട്ടെന്നൊരു പേര് കിട്ടാൻ ആവാം. പക്ഷേ അത് പേര് കിട്ടല്ല. അന്തിമമായി അത് നിയമം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിയമത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണി ചെയ്യാം.
കാരണം ഒരാളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് നിയമമല്ല. ഗവർണറെ അറ്റാക്ക് ചെയ്ത് നാളെ വീരനാവാൻ പറ്റില്ല നമുക്ക്. ഗവർണറെ അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ്. മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ്. വഴി നിൽക്കുന്ന കരിങ്കൊടി കാണിക്കുന്നവനെ അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ്. ഇതൊക്കെ നമ്മൾ കാണണം. അപ്പൊ നിയമം പാലിക്കുക എന്നതും നിയമത്തിനനുസരിച്ച് നിങ്ങൾ പ്രതിഷേധിക്കുക എന്നതും ജനാധിപത്യത്തിൽ, അല്ലെങ്കിൽ ആർക്കും നിയമം കയ്യിലെടുക്കാലോ. നാളെ വേറെ ആർക്കും ചെയ്തുകൂടെ? നാളെ പിണറായി വരുന്ന ഒരു യോഗത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ വന്ന് തള്ളിക്കയറി പിണറായി വിജയനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇനി സതീശന്റെ പോലീസാണ് അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പോലീസാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കാം. പക്ഷെ അതല്ലല്ലോ കാര്യം. അങ്ങനെയല്ലല്ലോ, ചെയ്യാൻ പാടില്ലല്ലോ. അത് ചെയ്യാനേ പാടില്ല. ചെയ്താൽ തെറ്റ് തന്നെയാണ് ആര് ചെയ്താൽ. അപ്പോ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സംവാദാത്മകമായിരിക്കണം. ഇത് നമുക്ക് ആശയങ്ങൾ പറയാം, നിങ്ങൾ പറയും, നിങ്ങളുടെ ആശയം ഞാൻ പറയും, എൻ്റെ ആശയത്തിനെതിരായി ബാക്കിയുള്ളവരുണ്ടാവും. അത് തെറ്റൊന്നുമല്ല. ആശയപരമായ സംവാദം ഇഷ്ടംപോലെ നടത്താം. പക്ഷെ ഇപ്പൊ SFIക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് അത്തരം ഒരു ആശയപരമായ സംവാദത്തിലേക്കും അവരില്ല. മുമ്പ് SFIയുടെ കൾച്ചർ അതായിരുന്നില്ല. ആശയപരമായ സംവാദമായിരുന്നു നടത്തിയത്. ഇപ്പൊ എന്ന് വെച്ചാൽ ആയുധപരമായ സംവാദമാണ്. ആയുധപരമായ സംവാദം ഒരിക്കലും ഒരു ജനാധിപത്യത്തിൽ നിലനിൽക്കില്ല. ജനങ്ങളുടെ സപ്പോർട്ടും അതിന് കിട്ടില്ല. അപ്പൊ സിസ തോമസ് ചെയ്തത് തെറ്റാണെങ്കിൽ പോലും ഇപ്പോൾ സിസ തോമസിന് അനുകൂലമായി ജനവികാരം വരും. കാരണം എന്താ? അവരൊരു സ്ത്രീയാണ്, അവരെ അറ്റാക്ക് ചെയ്തു. സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൽ മോശമാണ്. അത് അതിനേക്കാൾ മോശമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ സംഭവിക്കുക, ഇവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ കുലമല്ല അവർക്ക് കിട്ടുക. തിരിച്ച് തെറ്റാണ് അതിന്റെ തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടാവുകയും അത് ഈ സമരത്തിന്റെ യഥാർത്ഥത്തിൽ ഇവർ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ ആവശ്യമുണ്ട്. ആ രാഷ്ട്രീയ ആവശ്യത്തിന്റെ തന്നെ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യും. ഇതായിരിക്കും ചർച്ച ചെയ്യുക. ഈ അക്രമമായിരിക്കും ചർച്ച ചെയ്യുക. ഇവർ ഉന്നയിച്ച രാഷ്ട്രീയമല്ല. ഇപ്പൊ നീറ്റ് സമരത്തിലൊക്കെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താ? അവർ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. പോലീസ് തിരിച്ചടിക്കുമ്പോഴും അവർ ജനഗണമന പാടിക്കൊണ്ടൊക്കെ നിന്നു. അതൊരു കാര്യമാണ്. അതൊരു പുതിയ കാലത്തേക്ക് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശമാണ്. അതുകൊണ്ട് അവർ ജയിച്ചത്. ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകമായി രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ മാറിയാൽ അത് രാഷ്ട്രീയ പാർട്ടിക്കും ഗുണമല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഇവരാരും ഇത് കഴിയുമ്പോൾ ക്യാമ്പസിന് പുറത്തു വരുമ്പോൾ ഈ രാഷ്ട്രീയത്തിന്റെ കൂടെ പോകില്ല. അവർ വേറെ വഴിക്ക് പോകും. കാരണം അവർ രാഷ്ട്രീയം പഠിച്ചിട്ടല്ല അവിടെ നിൽക്കണേ. അവർ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ആൾക്കൂട്ട വെച്ചിട്ടാണ് നിൽക്കണേ. കഴിഞ്ഞാൽ അവർ പോകും. ഇതെല്ലാ സ്ഥലത്തും പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ്.